ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് ഇനി. സീപ്ലെയിൻ പദ്ധതി ഉയർത്തി ടൂറിസം വളർച്ചാവാദം നിരത്തുന്ന സർക്കാരിന് മുന്നിൽ തുടങ്ങുന്നതിന് മുൻപേ പൊട്ടിപ്പാളീസായ ഒരു പദ്ധതിയുണ്ട് തിരുവനന്തപുരത്ത്. ആക്കുളത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജാണ് ചില്ലിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് നോക്കുകുത്തിയായി തീർന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് എന്നും തുറക്കാനാകുമെന്ന കാര്യത്തിൽ അധികൃതർക്കും കൃത്യമായ മറുപടിയില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയരവും നീളം കൂടിയതുമായ കണ്ണാടിപ്പാലമാണ് ആക്കുളത്തേത്. 75 അടി നീളം, 50 മീറ്റർ ഉയരം. കഴിഞ്ഞ മാർച്ചിലായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചത്. പക്ഷേ ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പാലത്തിൽ ഉറപ്പിച്ചിരുന്ന ഗ്ലാസുകളിൽ വിള്ളൽ കണ്ടെത്തി. പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തായിരുന്നു വിള്ളൽ കണ്ടത്. തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി പാലമടച്ചു. പുറത്തുനിന്ന് ആരും തകർക്കാൻ ഒരു സാധ്യതയുമില്ലാത്തതിനാൽ നിർമ്മാണ തകരാറെന്നായിരുന്നു സംശയം. അനുഭവപരിചയമില്ലാത്ത സ്ഥാപനത്തെ നിർമ്മാണ കരാർ ഏൽപ്പിച്ചതും ചർച്ചയായി. ഇതോടെ ചില്ലുപാലം സന്ദർശകർക്കായി സജ്ജമാണെന്ന് ഉറപ്പാക്കാൻ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ച് പരിശോധന നടത്തിയ ശേഷം മതിയെന്നായി സർക്കാർ തീരുമാനം. പിന്നീട് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കോഴിക്കോട് NIT വിദഗ്ധരും ചെന്നൈയിൽ നിന്നുള്ള സംഘവും 2 തവണ പരിശോധന നടത്തി റിപ്പോർട്ടും സമർപ്പിച്ചു. ഇനി ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്തിമ പരിശോധനയാണ് മുന്നിലുള്ളത്. പക്ഷേ ഈ നടപടിക്രമങ്ങൾ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് പോലും വ്യക്തമായ ഉത്തരം നൽകാനാകുന്നില്ല. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് അടുത്തുള്ള തടാകത്തിന്റെയും എയർഫോഴ്സ് മ്യൂസിയത്തിന്റെയും കാഴ്ചകൾ ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണം. നല്ല പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ മലപ്പുറത്ത് അവിടെയൊക്കെ ഒരു ഇത് വന്നിട്ടില്ലേ, ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരിതാണ്. കാരണം നമ്മളിവിടെ വരുമ്പോൾ കൂടുതലും നമുക്കിതിനെക്കുറിച്ച് അറിയാം. കാരണം ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഇതാണ്. ഈ ഇടയ്ക്ക് നമ്മളിവിടെ വന്നപ്പോൾ കയറണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അത് വരുമ്പോൾ കുറച്ചുകൂടെ ഇതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഇവിടെ എല്ലാ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വന്ന് കളിക്കാനുള്ള എല്ലാ സംഭവം ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്കും കൂടെ ഒരു ഇതാണ് അത് വരുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇവിടുത്തെ ഒരു വ്യൂ അത്രയും ഇതായിരിക്കും. വരാറുണ്ട്. ദൂരെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നേറ്റിങ്ങര അങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇതുവരെ ഉദ്ഘാടനം ആയില്ല. കൂടുതൽ വരും. അന്നൊക്കെ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അധികം വരാൻ നോക്കൂല. അതിനുള്ള ഒന്നും ഇല്ലെന്നും പറഞ്ഞൊക്കെ അവരിവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നോക്കും. വരുമായിരിക്കും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് പൊതുവേ കച്ചവടങ്ങളില്ല. നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു. അപ്പോൾ ഡിസംബറോട് കൂടി ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. വിസിറ്റേഴ്സിന് അപ്പോഴേക്ക് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ഇനി ഒത്തിരി ഡിലേ ആയി. ഇപ്പോൾ ഉറപ്പായിട്ടും നിരാശ ഫീൽ ചെയ്തു. അത് കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് വന്നതും. ഗൂഗിളിൽ നോക്കിയിട്ട് ടൂറിസം പിന്നെ ഉറപ്പായിട്ടും ഡെവലപ്പ് ആവും. ഗ്ലാസ് ബ്രിഡ്ജ് കാര്യം ട്രിവാൻഡ്രത്ത് അങ്ങനെ വേറെ ഇല്ലല്ലോ. വാഗമൺ, വയനാടുണ്ട്. പിന്നെ ഉറപ്പായിട്ടുമാണ് ഒരുപാട് വിസിറ്റേഴ്സ്, ടൂറിസ്റ്റും. അതെ, ഉറപ്പായിട്ടും ഉടനെ ഡിസംബറോട് കൂടി തന്നെ ഓപ്പൺ ആവണം എന്നാണ് ആഗ്രഹം. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് വന്നത്. പക്ഷേ അത് കാണാൻ പറ്റാഞ്ഞിട്ടൊരു നിരാശ ഉണ്ട്. ടൂറിസം മേഖല കുറച്ചും കൂടി ഒരു ബെറ്റർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് വരുന്നതോടുകൂടി. കൂടുതലും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒരുപാട് പേര് വയനാട്, മൂന്നാറും ഒക്കെ പോയാണ് കാണുന്നത്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് ഒരു നിരാശ തന്നെയാണത്. വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സംരംഭക സഹകരണ സംഘമാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ടൂറിസത്തിന് മുതൽക്കൂട്ടാകുന്ന ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് തുറക്കുമെന്ന് അധികൃതർക്കും ഒരു ഉറപ്പുമില്ല. എന്തായാലും കാത്തിരിക്കുന്ന സന്ദർശകരെ ആകെ നിരാശപ്പെടുത്തുന്നതാണ് ഈ കാഴ്ച. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്.